ഈ ഒരു സെറ്റിംഗ്സ് കൂടി നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്പാം കോളും അതുപോലെ തന്നെ തട്ടിപ്പുകാരുടെ കോളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്പാം കോളുകളിൽ നിന്നും വരുന്ന 3 തട്ടിപ്പുകളും അതേതൊക്കെയാണെന്നും അതെങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1 ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ നമ്പർ പരിശോധിക്കും. അതായത് റോബോട്ടുകൾ വഴി നിങ്ങളുടെ നമ്പർ സജീവമാണോ എന്ന് അവർ പരിശോധിക്കുകയും അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവായി എന്ന് അവർക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളെ തട്ടിപ്പുകാർക്ക് വിളിക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ആദ്യ പ്രൊസീജിയർ, നിങ്ങളെ ബന്ധപ്പെടാനുള്ള പ്രൊസീജിയർ അവർ നോക്കുന്നത്. രണ്ടാമത് നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യലാണ്. അതായത് റെക്കോർഡ് ചെയ്തിട്ട് അത് AI ഉപയോഗിച്ചിട്ട് അത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ പണം തട്ടാൻ ഉപയോഗിക്കും. മൂന്നാമത് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ അവർ ഇങ്ങനെ മിസ്ഡ് കോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടിക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരൊരു പ്രീമിയം നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ സംശയിക്കുന്ന നമ്പറിൽ നിന്നും ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് ഉടനെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഉടനെ നിങ്ങൾ സംസാരിക്കാനേ പാടില്ല. മറുവശത്തുള്ള ആള് സംസാരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ കോൾ പാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ കാണാൻ സാധിക്കും സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പല മൊബൈൽ ഫോണും പല സെറ്റിംഗ്സ് ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബ്ലോക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബ്ലോക്ക് നമ്പർ. ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് കൊടുക്കാൻ സാധിക്കും. ഈ ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫോൺ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറാണോ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. രണ്ടും എനേബിൾ ആക്കിയാൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം ആ നമ്പറുകളൊക്കെ. ഇനി നിങ്ങൾക്ക് അത്തരത്തിൽ സംശയിക്കുന്ന നമ്പറുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലെ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ സെർച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വാട്ട് ഈസ് ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും റിസൾട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ആ ഒരു നമ്പർ സാധാ നോർമൽ നമ്പർ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളെ തട്ടിയെടുക്കാനുള്ള തട്ടിപ്പുകാരുടെ നമ്പർ എന്ന് നിങ്ങൾ കൺഫേം ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സ്പാം പ്രൊട്ടക്ഷൻ എന്ന ആ സെറ്റിംഗ്സ് നിർബന്ധമായി നിങ്ങൾ എനേബിൾ ആക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സേജസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഈ മെസ്സേജിനുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും മെസ്സേജസ് സെറ്റിംഗ്സ് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവിടെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി എന്നായിരിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ സ്പാം എന്നുകൂടി ഉണ്ടാകും. എന്നിരുന്നാലും പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്പാം പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ആക്കി വെക്കണം. ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല മൊബൈൽ ഫോൺ പല രൂപത്തിലായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിൽ ഉള്ളത്. ഐ ഡിഫെൻഡ് അൺനോൺ നമ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോളർ ID എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. നിർബന്ധമായിട്ടും ഇത് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെയും സ്പാം കോളുകളിൽ നിന്നും കോള് വരാതെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട തീർച്ചയായും നല്ലൊരു കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്.